കൊല്ലത്ത് മദ്യലഹരിയിൽ വാഹനമോടിച്ച ആംബുലൻസ് ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെഞ്ഞാറമൂട് സ്വദേശിയായ ബോബനാണ് വാഹന പരിശോധനയ്ക്കിടെ പിടിയിലായത്. വൈദ്യപരിശോധനയിൽ ഇയാൾ മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തി. ആംബുലൻസും പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ചടയമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ വാഹന പരിശോധന അത് ഇയാൾ മദ്യപിച്ചു എന്ന് മനസ്സിലാക്കിയാണോ പരിശോധന നടത്തിയത്, അതോ സ്വാഭാവികമായി നടത്തിയ ഒരു വാഹന പരിശോധനയിൽ ഈ ആംബുലൻസ് ഡ്രൈവർ കുടുങ്ങുകയായിരുന്നു? ടോം, മദ്യപിച്ച് 108 ആംബുലൻസ് ഓടിച്ച ഡ്രൈവറെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ന് വെളുപ്പിന് 1:30-ക്കാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ 32 വയസ്സുള്ള ബോബൻ ചടയമംഗലം പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. വാഹന പരിശോധനയ്ക്കിടയിൽ സംശയം തോന്നിയ പോലീസ് ആംബുലൻസ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. വൈദ്യപരിശോധന നടത്തിയപ്പോഴാണ് ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയത്. നിലവിലുള്ള 108 ആംബുലൻസ് ആണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രോഗിയെ ഇറക്കി ഇയാൾ തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ വാഹന പരിശോധനയിടയിൽ സംശയം തോന്നുകയും ബോബനെ വൈദ്യപരിശോധന നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് വൈദ്യപരിശോധനയിൽ കൃത്യമായി ഇയാൾ മദ്യപിച്ചിരുന്നതായിട്ട് പോലീസിന് ബോധ്യമായി. ചടയമംഗലം CI മോനിഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നു വൈദ്യപരിശോധന നടത്തിയത്. ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ടോം, ഈ മോനിഷ് CIക്ക് രഹസ്യമായിട്ട് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ബോബനെ പിടികൂടിയത്. ബോബൻ നേരത്തെയും ഇതുപോലെ സമാനമായ രീതിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്ന ആളാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. വിനീഷ്, ഈ മദ്യലഹരിയിൽ തന്നെയാണ് ഇയാൾ രോഗികളെയുമായി സർവീസ് നടത്തിയിരുന്നത്. കാരണം ഇതിനു മുൻപ് വിനീഷ് സൂചിപ്പിച്ചല്ലോ, ഇതിനു മുൻപും ഇയാൾ മദ്യലഹരിയിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെന്ന്. അത് ഈ സർവീസ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണോ, അതോ രോഗികളെയും കൊണ്ട് ഈ മദ്യലഹരിയിൽ തന്നെയാണോ ഇയാൾ യാത്ര ചെയ്യാറുള്ളത്? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിവരമാണ് പോലീസിന് ലഭ്യമായത്. ഇയാൾ മുൻപും മദ്യപിച്ച് വാഹനം ഓടിച്ചിരുന്നു എന്ന് തന്നെയാണ്. അതായത് ഈ രോഗികളെ, അത്യാസന്ന നിലയിലുള്ള രോഗികളെയാണല്ലോ 108 ആംബുലൻസിൽ കൊണ്ടുപോകാറ്. അപ്പോൾ ഇയാൾ ഈ ഡ്യൂട്ടിക്കിടയിൽ തന്നെ ഇങ്ങനെ മദ്യപിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിവരം പോലീസിന് നേരത്തെ ലഭ്യമായിരുന്നു. അപ്പോൾ ഇയാളെ എങ്ങനെയെങ്കിലും കുടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു പോലീസിൽ നിന്നുണ്ടായത്. അങ്ങനെ വെളുപ്പിനൊരു വാഹന പരിശോധന നടത്തുകയും ചെയ്തു. വാഹന പരിശോധനയിൽ ഇയാൾ ആദ്യം രോഗിയുമായിട്ട് പോകുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അങ്ങനെ രോഗിയെ ഇറക്കിയിട്ട് തിരിച്ച് വന്നപ്പോഴാണ് ഈ ബോബൻ പിടിയിലാകുന്നത്. ബോബൻ മദ്യലഹരിയിലായിരുന്നു എന്ന് തന്നെ പോലീസിന് സൂചന ഉണ്ടായിരുന്നു. വൈദ്യപരിശോധനയിൽ അത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അയാൾ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. ബോബൻ ആംബുലൻസും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിലുള്ള ആംബുലൻസ് ആണ് ഇയാൾ ഓടിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു കുറ്റം തന്നെയാണ് ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ബോബൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള അപകടകരമായ രീതിയിൽ തന്നെ വാഹനം ഓടിച്ചു പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രോഗികളെ കൊണ്ട്. അപ്പോൾ ഈ ഒരുപാട് പേർ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചടയമംഗലം CA രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ തുടർന്നുള്ള ഒരു പരിശോധന നടത്തി. അപ്പോൾ എന്തായാലും ആ മദ്യലഹരിയിലായ ഇയാളെ പിടികൂടിയിട്ടുണ്ട്. തീർച്ചയായും വിനീഷ്, ഇത് നിരവധി രോഗികളുടെ അടക്കം ഒരു അത്യാസന്ന നിലയിലുള്ള രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആംബുലൻസ് ആണ്. ഇത് ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ ആണോ, അതോ ഏതെങ്കിലും ആശുപത്രിയുടെ കീഴിലുള്ള ആംബുലൻസ് ആണോ? മാത്രമല്ല, ഇങ്ങനെ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ഈ ബോബനെതിരെ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുക? മാത്രമല്ല, ഈ സ്ഥാപനവും ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം, പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ആംബുലൻസ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ആംബുലൻസ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇതിന്റെ ആംബുലൻസിന്റെ ഓണറെ അടക്കം പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ലൈസൻസ് റദ്ദാക്കുന്ന തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് തുടർ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട് എന്തായാലും.